ഹലോ. അടുക്കുംതോറും അകലം കൂടുന്ന മഹാസാഗരം അതുപോലത്തെ ഉള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് കണ്ടിട്ടാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഫ്രഷായിട്ട് മെക്സിക്കോയിലോട്ടാണ്. കഴിഞ്ഞൊരു 3-3.5 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കൊച്ചി പകലും കൂടുതൽ പോയേക്കുന്നത് മെക്സിക്കോയിലാണ്. കുറേ നാൾ മറ്റേ സദേൺ മെക്സിക്കോ ആയിരുന്നു. ഇപ്പോൾ നോർത്തേൺ മെക്സിക്കോ ആണ്. അങ്ങനത്തെ മാറ്റങ്ങളുണ്ട്. ഇന്നിതാ കോസ്റ്റമായിലാണ്. കോസ്റ്റമായ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വയറ്റ് ആയിട്ട് ഒരു മെക്സിക്കൻ ഐലൻഡ് ആട്ടോ. കമ്പയർഡ് ടു നമ്മുടെ അല്ലാത്ത മെക്സിക്കൻ പോർട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ വിചാരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് വന്നല്ലേ ഒരു ആക്റ്റീവായിട്ടുള്ള എക്സ്കേർഷൻ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ബൈക്കിംഗ് ആൻഡ് കാക്കിംഗ് എന്ന് കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്തായാലും സൈക്കിൾ കണ്ടപ്പോൾ നൈസായിട്ട് പണി പാളിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തൊരു സൈക്കിൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സൈക്കിൾ കാണുന്നത് ചവിട്ടുന്നത് ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല. കാരണം നമുക്ക് യൂഷ്വലി ഇവർ എല്ലാ എക്സ്കേർഷൻസിനും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാം ഗിയർ സൈക്കിളായിരിക്കും. ഇത് കണ്ടപ്പോൾ തന്നെ നൈസായിട്ട് പിന്നെ പക്ഷെ നമുക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പം ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ റിവേഴ്സ് പെഡൽ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ സ്പീഡ് ഇത് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സൈക്കിൾ ചവിട്ടുന്നത്. അങ്ങനെ ചവിട്ടി ഫുൾ ഓൺ മാനുവൽ പവറിൽ ഓടുന്ന സൈക്കിളായിരുന്നത്. ചവിട്ടി നമ്മളൊരു 20-25 മിനിറ്റ്സ് സൈക്കിൾ ചവിട്ടിയാലായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. പിന്നെ ബീച്ചൊക്കെ എത്താറാകുമ്പോൾ ഒരു വൈബും കാഴ്ചയൊക്കെ കണ്ടങ്ങ് പോവാം. അങ്ങനെ ഇവിടെയാണ് നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനൊരു സ്പെഷ്യലായിട്ടുള്ള അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്കിലയുടെ കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ഡിസ്പ്ലേ. മെക്സിക്കോ ആണല്ലോ, ടെക്കിലില്ല അത് വേറെ പരിപാടിയില്ല. അപ്പോൾ ഇവിടെയാണ് കയാക്കിങ് ചെയ്യാൻ പോണേ. ഇവർ നമുക്ക് ആദ്യം തന്നെ ഒരു ഇൻസ്ട്രക്ഷൻസും ലൈഫ് ജാക്കറ്റൊക്കെ അപ്പോൾ അതുപോലെ തരും. ഒരു 20-25 ഗസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഗൈഡിൻ്റെ കൂടെ തന്നെയാണ് എത്തിയത്. കാരണം ഒരു ക്രൂ മെമ്പറേ ഒരു ടൂറിലുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഗൈഡിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ അത് നല്ലതാണ്. അവർ പണിയൊക്കെ എടുത്തുള്ള ഓരോ എക്സ്പെർട്ടുകളാണല്ലോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇത് സീ വീടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയാക്കിയത് സീയുടെ കുറേ പിന്നെ ഇത് ക്ലിയർ ബോട്ടാണ് കേട്ടോ ഈ കയാക്ക്. അതുകൊണ്ട് നമുക്ക് സീ ലൈഫും കാണാൻ പറ്റും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു 30-35 മിനിറ്റ്സ് കയാക്കിൽ സീയിൽ കുറച്ച് ഉള്ളിലോട്ട് പോയി ഇങ്ങനെ ചെയ്തായിരുന്നു. നല്ല ചൂടായിരുന്നു. പക്ഷെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പിന്നെ ഈ സീ വീടുകൾ കാണാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ, പക്ഷേ സ്മെല്ല് സഹിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി ജീവൻ നിലനിർത്തണമെങ്കിൽ എന്തെങ്കിലും കുടിക്കണമായിരുന്നു. അപ്പം കോക്കനട്ട് മാർഗരീറ്റ ഒക്കെ കഴിച്ച് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് സൈക്കിളിലോട്ടാണ്. ഇനി 25 മിനിറ്റ്സ് ചവിട്ടണം ഷിപ്പിലോട്ട്. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യ. എന്താണെങ്കിലും ചവിട്ടി നമ്മൾ ഏതൊക്കെയോ ഇടവഴിയൊക്കെ കയറിക്കൂടിയാണ് പോയത് ഷിപ്പിലെത്തിയത്. പിന്നെ അങ്ങനെ ചവിട്ടി ഷിപ്പെത്തി നമ്മുടെ പോർട്ട് ഫെസിലിറ്റിയിലെത്തി. പോർട്ട് അടിപൊളിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ടൂറിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടൂറിസമാണ് ഇവരുടെ മെയിൻ. അപ്പം പോർട്ടൊക്കെ നല്ല സെറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. കുറേ സൊവനിയേഴ്സ് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നല്ല ഭംഗിയാണ്, ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ സേവ് വാട്ടർ ഡ്രിങ്ക് ടെക്കില, എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. അങ്ങനെ തിരിച്ച് ഷിപ്പിൽ പോവാണ്. ഇതാ കിടക്കുന്ന സ്റ്റാർ. ഞാൻ വന്നപ്പം അവർ പോകാൻ തുടങ്ങുകയാണ്. എൻ്റെ ഷിപ്പ് ഇതാണ് സ്റ്റാർ, അതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷിപ്പിലെത്തി. എന്നിട്ട് ഞാൻ എനിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. ഓപ്പൺ ഡെക്ക് ചെന്നപ്പോൾ എടുത്താണ് ഈ വീഡിയോ. അപ്പോൾ നോക്കുമ്പോൾ സ്റ്റാർ സെയിലവേ ചെയ്യുവാണ്. എന്നാൽ പിന്നെ കുറച്ച് നേരം കണ്ടിട്ട് പോകുന്ന വിചാരിച്ച് അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ പോകുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ. ഇനി എവിടെയൊക്കെ വെച്ച് കാണാം.